मेरे प्यारे बच्चों സൈലം ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. നാളത്തെ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ മക്കളും നോക്കിക്കോ. സൂചന ചിത്ര പഹചാനെ ഓർ നാം ചുൻകർ ലിഗേ. ചിത്ര പഹചാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചിത്രം പെഹ്ചാനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളോട് എന്ത് ചെയ്യാനാ മക്കളെ പറഞ്ഞത്? നാം അല്ലേ, അഥവാ പേര് എന്ത് ചെയ്യണം? ചുൻകർ ലിഗേ തിരഞ്ഞെടുക്കണം അല്ലേ, തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതി കൂടെ? അപ്പൊ നോക്കടാ, മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് നിറം കൊടുത്തു അല്ലേ, ഒന്ന് അടിപൊളിയാക്കി, മഞ്ഞക്കിളിയാണ് എന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് എന്തെല്ലോ കാണുന്നുണ്ട്, മനോഹരമായിട്ടുള്ള ഒരു പൂവിന്റെ എന്താണ്, മുട്ടാണെന്ന് തോന്നുന്നു അല്ലേ. ഇതാ ചിത്രം കൊടുത്തപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ, പൂമൊട്ടാണ് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ള ആരെ കാണുന്നുണ്ടടാ? യെസ്, മനോഹരമായിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയൊക്കെ കാണുന്നുണ്ട് അല്ലേ, പട്ടിക്കുട്ടിയെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട് അല്ലേ, പട്ടിക്കുട്ടിയൊക്കെ മനോഹരമായിട്ടുണ്ട്. സാറേ ഇതൊക്കെ നമ്മുടെ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവും. പിന്നെ അതേപോലെ നമുക്ക് എന്ത് വരുന്നുണ്ടടാ? പുസ്തകം വരുന്നുണ്ട് അല്ലേ, മനോഹരമായിട്ടുള്ള നമ്മളൊക്കെ പഠിക്കുന്ന. അപ്പം നിങ്ങളിങ്ങനെ മാഷ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ പുസ്തകത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടാവും അല്ലേ. സാറേ പുസ്തകം നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവും അല്ലേ. മനോഹരമായിട്ടുള്ള പുസ്തകത്തെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ മനോഹരമായിട്ടുള്ള ഇവിടെ എന്തോ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇതെന്താണ്? ഈച്ചയാണ് അല്ലേ, അടിപൊളിയായിട്ടുള്ള ഈച്ചയാണ്. അപ്പോൾ ഈച്ചയും നമ്മൾ കണ്ടു, അത് നമ്മൾ എന്ത് ചെയ്തു, ചിത്രം കൊടുത്ത് ഐഡന്റിഫൈ ചെയ്തു. ഇനി ഇതിൻ്റെ പേരാണ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എന്തെല്ലാമാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ സൈഡിലുള്ള പേരുകൾ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. കിതാബ്, പില്ല, മക്കി, ചിടിയ, കലി എന്നങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓരോന്ന് ഐഡന്റിഫൈ ചെയ്താലോ? അപ്പോൾ എൻ്റെ മക്കൾ നോക്കിക്കേ, ഓരോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ നോക്കി, കിതാബ്. സാറേ കിതാബ് ഞങ്ങൾക്കറിയാം, പുസ്തകം എന്നാണ്. അപ്പോൾ നമ്മളത് ഇവിടെ എഴുതിയേക്കാം, നമ്മുടെ ചോദ്യ പേപ്പറിൽ വല്ല പെൻസിലേറ്റ് എഴുതിയേക്കാം, പുസ്തകം. പിന്നെ എൻ്റെ മക്കൾ നോക്ക്, കിതാബ് കഴിഞ്ഞാലോ, പില്ല എന്താ? പട്ടിക്കുട്ടിയാണ്. നീ ദൂക്കാത പില്ലായേക് ബദൻ പേ ഉസ്കെ റുയേ അനേകം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നീതുവിനുണ്ടൊരു പട്ടിക്കുട്ടി, ദേഹം മുഴുവൻ രോമങ്ങൾ അല്ലേ. അപ്പം നമുക്കറിയാം പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്കുട്ടിയാണ്. പിന്നെ മക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അല്ലേ, ഈച്ചയാണ് അല്ലേ. ഈച്ചകളോടത് പൊരുതിയിടും അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയേ, ചിടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിയാണ് അല്ലേ. പിന്നെ കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമൊട്ടാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ ദൂപ്പാകൈ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ യഹ് കലിഹേ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി ഓരോന്നായിട്ട് നമ്മളാണ്ട് എഴുതി കൊടുത്താലോ? അപ്പോൾ നോക്കി, ആദ്യം നമുക്ക് കിതാബ്. അപ്പോൾ കിതാബ് എവിടെ ഇതിൽ? യെസ്. അപ്പോൾ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി 1, 2 നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. 1, 2, 3, 4, 5. അപ്പോൾ നമ്മൾ തെറ്റാതെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഹിന്ദിയിൽ നമുക്ക് അക്ഷരങ്ങളാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റാതെക്കുള്ള പരിപാടിയൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ നോക്കിയേ, കിതാബ്. സാറേ കിതാബ് നമുക്കറിയാം, പുസ്തകമാണ്. അപ്പോൾ നേരെ വിടാണ്ട് ഇത് അതിൻ്റെ താഴെ കിതാബ്. കിട്ടി, 1 കിട്ടി, 1 മാർക്കായി. ഇനി നോക്കിയേ, രണ്ടാമത്തെ എന്താ? പട്ടിക്കുട്ടി. അതിലേതാ? നോക്കി, പട്ടിക്കുട്ടി. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി? പില്ല. അതും നമ്മൾ കിട്ടി, 2 മാർക്കായി നമുക്ക്. ഇനി നോക്കിയേ, മക്കി, ഈച്ച. എവിടെ? അപ്പോൾ നേരെ അതെന്ത് ചെയ്യുക, നേരെ മക്കി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് എഴുതുന്നു അല്ലേ, മക്കി, ഈച്ച. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, എഴുതി. ഇനി നോക്കിയേ, അടുത്തത് ഏതാ വരുന്നത്? ചിടിയ, പക്ഷി. ഏതാ? നേരെ സാറേ ഫസ്റ്റ് തന്നെ ആ പക്ഷിയല്ലേ കാണുന്നത്, നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ചിടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിയാണ്. അത് നമുക്ക് എന്തായി, അടിപൊളിയായിട്ട് മനസ്സിലായി. ഇനി നോക്കിയാൽ അവസാനമായിട്ട്, ഞാൻ അവസാനം നമുക്ക് അറിയില്ലെങ്കിലും 4നെ പൂർത്തിയാക്കുമ്പോൾ 1 അറിയും. അപ്പോൾ ഏതാണത്? കലി, പൂമൊട്ട്. കലിയാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പൂമൊട്ടുകൾ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പോൾ കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമൊട്ട്. സിമ്പിളല്ലേ? ഇത്തരത്തിൽ എൻ്റെ മക്കൾ നാളത്തെ പരീക്ഷയിൽ ചിത്രം നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ചോദ്യം ഉണ്ടാകും. അതിൽ ഇത്തരത്തിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എത്ര മാർക്കാ? 5 മാർക്കാ. സിമ്പിളായിട്ട് 5 മാർക്ക് എൻ്റെ മക്കൾ നേടൂലേ?
ഉറപ്പായിട്ടും നേടില്ലേ. അപ്പോൾ വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഈ 5 മാർക്ക് എന്താ ഒരു മക്കളും ചിത്രം നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഈ 5 മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സിമ്പിളായിട്ട് തന്നെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും. അപ്പോൾ അത് സാറേ ചിത്രം നോക്കിയിട്ട് എഴുതാനുള്ള ചോദ്യം ഞങ്ങൾ ഉഷാറാക്കി എഴുതും എന്നുള്ള ആളുകളൊക്കെ കമന്റ് ചെയ്തോ. അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തോ. നമ്മുടെ മെഗാ മാരത്തോണിലേക്ക് എല്ലാ കൂട്ടുകാരെയും കൂട്ടിയിട്ട് വാ. അനുസാർ അവിടെ ഉണ്ടാകും. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അഗല വീഡിയോ മേ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.